ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് എങ്ങനെയുള്ള ഒരു നേതാവാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഒരു കുറ്റാരോപണങ്ങളും ഇല്ല. പക്ഷേ എത്രയോ പ്രാവശ്യം തന്റെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം കോൺട്രവേഴ്സിയിൽ പോയി കുടുങ്ങാറുണ്ട്. പിന്നെ എപ്പോഴും ന്യൂസുകളിൽ വരാറുമുണ്ട്. പ്ലീസ് വെൽക്കം സെൻട്രൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരി. പിന്നെ ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി ജഡ്ജിയായി ഇന്നിവിടെ വന്നിരിക്കുന്നത് ജൻ സക്തയുടെ എഡിറ്ററായ ഓം താൻവിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിൽ നമ്മുടെ അതിഥിയും വന്നു കഴിഞ്ഞു, ജനങ്ങളും വന്നു കഴിഞ്ഞു, ജഡ്ജിയും വന്നു കഴിഞ്ഞു. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ഓം താൻവിയുടെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. വിചാരണ തുടങ്ങാവുന്നതാണ്. ശ്രീ മനീഷ് തിവാരിയുടെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ആരോപിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിനെ കുറിച്ച് നമുക്കൊന്ന് കാണാം. ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിക്ക് കോൺഗ്രസിനോടൊപ്പം 32 വർഷത്തെ ബന്ധമാണുള്ളത്. കോളേജിൽ NSUI ആക്ടിവിസ്റ്റ് ആയിരുന്നു മനീഷ് തിവാരി. അങ്ങനെ യൂത്ത് കോൺഗ്രസിൽ ചേർന്നു. പിന്നെ 1998-ൽ ഇദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായി. അതിനുശേഷം മനീഷ് തിവാരി AICCയുടെ സെക്രട്ടറി, പിന്നീട് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സണുമായി. മനീഷ് തിവാരി ഓരോ ഘട്ടത്തിലും, അത് 2G സ്കാം ആണെങ്കിലും, അല്ലെങ്കിൽ കൽക്കരി കുംഭകോണമാണെങ്കിലും, FDI റീറ്റെയിൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരി, ഇല്ല ഫുഡ് സെക്യൂരിറ്റി നിയമമാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ പാർട്ടിയെ അദ്ദേഹം സംരക്ഷിച്ചു. ശ്രീ മനീഷ് തിവാരി തന്റെ എതിരികളെ ആക്രമിക്കുന്നതിലും കഴിവുള്ള ഒരു വ്യക്തിയാണ്. ലൂധിയാനയുടെ ലോക്സഭാ മെമ്പറായ മനീഷ് തിവാരി പഞ്ചാബിലെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിലും ഇദ്ദേഹത്തിന്റെ അച്ഛൻ പ്രൊഫസർ DN തിവാരി തീവ്രവാദി ആക്രമണത്തിൽ മരണമടഞ്ഞ വ്യക്തിയാണ്. വക്കീലായി ജോലി ചെയ്യുന്ന മനീഷ് തിവാരി ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിനെതിരായ കുറ്റാരോപണങ്ങൾക്ക് അദ്ദേഹം വാദിക്കുന്നതായിരിക്കും. വിചാരണ തുടങ്ങുകയാണ്. ആപ്കി അദാലത്തിൽ ആദ്യത്തെ കുറ്റാരോപണം ഇൻഫർമേഷൻ മിനിസ്റ്ററായ മനീഷ് തിവാരിക്കെതിരായ. ആപ്കി അദാലത്തിൽ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിക്കെതിരായ കുറ്റാരോപണം ഇദ്ദേഹം റിലീഫ് എന്ന പേരിൽ രാഷ്ട്രീയം നടത്തി എന്നുള്ളതാണ്. മനീഷ് സാർ, ഇപ്പോഴാണ് ഉത്തരാഖണ്ഡിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. ചിലർ പറയുന്നത് 10,000 മുതൽ 12,000 ആൾക്കാർ മരിച്ചുപോയെന്നാണ്. പിന്നെ ഇതുപോലത്തെ ദുഃഖകരമായ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയം കളിക്കാൻ പാടില്ലെന്ന് ജനങ്ങൾ പറയാറുണ്ട്. പക്ഷേ 22-ാം തീയതി താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. ഉറുദു പത്രപ്രവർത്തകരോട് താങ്കൾ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഡിസാസ്റ്റർ ടൂറിസത്തിന് പോയിരിക്കുകയാണെന്ന്. പിന്നെ അദ്ദേഹം സ്വയം റാംബോ എന്ന് കരുതുകയാണ്. ഇതുപോലത്തെ ചീപ്പായ സെലിബ്രിറ്റി അടുത്തു നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നും പറഞ്ഞു. ആരാണോ സഹായം ചെയ്യാൻ പോയത് അവരുടെ മേൽ ഇങ്ങനൊരു കുറ്റം ചുമത്തുന്നത്? അതായത് രജിത് സാർ, നിങ്ങളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ജൂൺ 16-ന്റെ അന്ന് ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ഉത്തരാഖണ്ഡിലെ ജനങ്ങളെയാണ് ബാധിച്ചത്. നിങ്ങൾ ഏത് ദിവസത്തെ പറ്റിയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞായറാഴ്ചയാണ്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ആ ദിവസത്തെ ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസും ഉണ്ടായിരുന്നു. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ജില്ലയിലുള്ള 15,000 ആൾക്കാരെ 48 മണിക്കൂറിനകത്ത് രക്ഷിച്ചു എന്ന്. അതിന് മുന്നേയായിട്ട് ഞാൻ അത് ബ്രേക്കിംഗ് ചെയ്തപ്പോൾ അതിൻ്റെ കാര്യങ്ങളെയൊക്കെ പറ്റി എന്ത് കാര്യമാണോ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വച്ചത് അതുപ്രകാരം ഇന്ത്യ മുഴുവനായിട്ടും എത്ര എലമെന്റ്സ് ഓഫ് നാഷണൽ പവർ ഉണ്ടായിരുന്നുവോ, ആർമി, എയർഫോഴ്സ്, ITBP, NDRF, പിന്നെ അവിടുത്തെ സർക്കാർ, എല്ലാവർക്കും ചേർന്നിട്ട് 10,000 ആൾക്കാരെ മാത്രമേ രക്ഷിക്കാനായിട്ട് സാധിച്ചുള്ളൂ. സോ ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഒരു ആൾ അദ്ദേഹത്തിൻ്റെ പദവിയിലിരുന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം, അദ്ദേഹം ഇതുപോലുള്ള ഈ ക്രെഡിറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തനിച്ച് 15,000 പേരെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിലെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഇതൊന്നും നോക്കാനേ പോകുന്നില്ല. ഗുജറാത്ത് ആരാണ്, പഞ്ചാബ് ആരാണ്, ഇനിയിപ്പോൾ തമിഴരാരാണ്, മധ്യപ്രദേശിൽ ആരൊക്കെയുണ്ട്, അങ്ങനൊന്നും നോക്കില്ല. ഒരു പക്ഷേ ഇനി അദ്ദേഹം സഹായിക്കാനാണ് പോയിരുന്നതെങ്കിൽ
അദ്ദേഹം 15,000 ആൾക്കാരെ ശരിക്കും രക്ഷിച്ചതാണെങ്കിൽ ഞാൻ ആ കാര്യം സമ്മതിച്ചേക്കാം. ശരി, അദ്ദേഹം 15,000 പേരെ രക്ഷിച്ചു. ഇനിയിപ്പോൾ അതില് പകുതി ആൾക്കാരെ മാത്രം എടുക്കുകയാണെങ്കിൽ എന്നാലും ഞങ്ങൾ കാര്യങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നേതാവായ രാജ്നാഥ് സിംഗ് നരേന്ദ്രമോദിയോട് ചോദിച്ചു. അതിന് അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരിക്കലും നൽകിയിട്ടില്ലെന്നാണ്. നോക്ക്, ഇനിയൊരു പക്ഷേ അദ്ദേഹം അതൊന്നും ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വന്നതെന്തായിരുന്നു? അതും വളരെ പ്രശസ്തമായൊരു ന്യൂസ് പേപ്പറിൽ അത് വന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടിയും എതിർത്തിട്ടില്ല, അതിനെ ഗുജറാത്ത് സർക്കാരും എതിർത്തതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. ഇനിയൊരു പക്ഷേ അവർ ഇതുപോലുള്ള ക്ലെയിം ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ 15,000 പേരെ രക്ഷിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ 90 ഇന്നോവസൊക്കെ യൂസ് ചെയ്ത്, പിന്നെ അതേ പത്രത്തിൽ തന്നെ 4 ദിവസം കഴിഞ്ഞ് വേറൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 90 ഇന്നോവ 24 മണിക്കൂറും ഓടിയിട്ടുണ്ട് എന്ന്. ഇത്രയും നാൾ ഇങ്ങനെ ഓടിയത് കൊണ്ടാണ് ഇത്രയും പേരെ രക്ഷിക്കാൻ സാധിച്ചതെന്ന്. ഇനിയിപ്പോൾ അവർ അങ്ങനെയൊന്നും തന്നെ പറയാതിരുന്നിരുന്നെങ്കിൽ. ഈ കണക്കൊക്കെ താങ്കൾ നൽകിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്ക്, ഈ നാട്ടിലെ ഒരു നല്ല കാര്യമുണ്ട്. ഈ നാട്ടിലെ മീഡിയാസില്ലേ, അവര് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററുടെ വാക്ക് പോലും കേൾക്കത്തില്ല. കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മൾ പുലർത്തിപ്പോകുന്ന പാരമ്പര്യം, ആ പാരമ്പര്യത്തെ നമ്മൾ ബഹുമാനിച്ചേ തീരൂ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടില് ശരിയായ രീതിയിൽ ശരിയായ വഴിക്കൊരു പ്രീ മീഡിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയിലാണ്. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, BJPയുടെ നേതാവ് ജനാധിപത്യത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുന്നെന്ന്. അതിന്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി അയച്ച പാക്കറ്റുകളിൽ അതിൻ്റെ മുകളിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഫോട്ടോ ഉണ്ട്. ഇത് രാഷ്ട്രീയമല്ലേ? ഇനിയിപ്പോ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ, അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മന്ത്രിയോ അല്ലെങ്കിൽ MLAയോ, അതിലവര് ഫോട്ടോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒന്നും. ഇത് രാഷ്ട്രീയം കളിക്കുന്നതാണോ അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നതാണോ, അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇതിപ്പോ എല്ലാ പാർട്ടികളും നരേന്ദ്രമോദിയുടെ പേരിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് വാങ്ങാനുള്ള പ്രവൃത്തിയാണ്. സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പേരിൽ ആരെങ്കിലും ചെയ്താൽ അത് ക്രെഡിറ്റ് വാങ്ങാനുള്ള പ്രവൃത്തിയാണ്. രജിത് സാർ, ഇത് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പേരിൽ ഇതാരും തന്നെ ചെയ്തിട്ടില്ല. ആരും ഒരു കാര്യവും തന്നെ ചെയ്തിട്ടില്ല. ഇതവരൊക്കെ സ്വന്തമായിട്ട് ചെയ്തതാ. ഒരു പക്ഷെ അവരെല്ലാരെങ്കിലും ഇതേപോലെ ആരോ ചെയ്തെന്നല്ലേ പറഞ്ഞു? അല്ലല്ല, ഇനിയിപ്പോ പബ്ലിക് റിലേഷൻഷിപ്പ് ഏജൻസിയെ ഹയർ ചെയ്തിരുന്നുവെങ്കിൽ, പിന്നെ ആ പബ്ലിക് റിലേഷൻഷിപ്പ് ഏജൻസി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ, അപ്പൊ നോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങളുടെ തന്നെയല്ലേ. ഞാനിപ്പോ ഈ വിഷയത്തെ പറ്റി മാത്രം സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ വർക്കേഴ്സ്, അതായത് താഴെ തട്ടിലുള്ള വർക്കേഴ്സ്, ദുരിതബാധിതർക്കുള്ള സാധനങ്ങൾ മൊബൈലൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തായാലും അവരുടെയൊക്കെ മനസ്സിൽ ഒരു ബഹുമാന സൂചകമായിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന് സൂചകമായിട്ട് അവരുടെ മന്ത്രിമാരുടെയോ തലവന്മാരുടെയോ ഫോട്ടോയൊക്കെ ഇട്ടെന്നിരിക്കും. അത് ഉറപ്പായിട്ടും ഇടും. ഇതിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമോ ചീപ്പായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് അവരുടെ ഇഷ്ടമാണ്. ശരി, താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുകയാണ്. ജൂലൈ 1 താങ്കൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, താങ്കൾ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിന്റെ 2 സഭകളിലുമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ എഫക്റ്റായ സ്ഥലങ്ങളിൽ വന്നിരുന്നോ എന്നാണ് ചോദിച്ചത്. ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, നരേന്ദ്രമോദി പോയാലും താങ്കൾ കുറ്റപ്പെടുത്തുകയാണ്, സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും പോയില്ലെങ്കിലും താങ്കൾ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡിലേക്ക് പോയത് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അവർ എങ്ങനെയാണോ ക്ലെയിം ചെയ്തത് അതിലാണ് പ്രശ്നമുള്ളത്. എന്റെ കയ്യിൽ സംഭവ സ്ഥലത്തേക്ക് പോയ കോൺഗ്രസ് തന്നെയാണ്. എന്നിരുന്നാലും ആരൊക്കെയാണോ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് അവരെയൊക്കെ കോർട്ടിലേക്ക് കൊണ്ടുപോയി ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചോദിക്കാം. ഇപ്പോ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇതാണ്. ഇപ്പോ മറ്റുള്ള മുഖ്യമന്ത്രിമാരും പോയിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പോയിരുന്നു, മധ്യപ്രദേശ് മുഖ്യമന്ത്രി പോയിരുന്നു, മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പോയിരുന്നു. ഇവരാരും പോയതിനെ പറ്റി ഞങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഒരു മന്ത്രി തെറ്റായ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ഉറപ്പായും, താങ്കൾ സുഷമ സ്വരാജ്, ഈ സുഷമ അരുൺ ഇവരെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, ഉറപ്പായിട്ടും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ പ്രതിപക്ഷത്തുള്ള മന്ത്രിമാർ ദുരിതമേഖലയിൽ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ പാരമ്പര്യം, സോണിയാഗാന്ധി പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്നപ്പോൾ എവിടെയെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ നടന്നിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരുന്നാലും, എന്തെങ്കിലും ആക്രമണങ്ങളോ എന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഉണ്ടായിരുന്നാൽ അവിടെയൊക്കെ ഉറപ്പായിട്ട് പോയിരിക്കും. അതുകൊണ്ട് ആരൊക്കെയാണോ ഇതുപോലെ ബാധിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെയൊക്കെ
അവരുടെയൊക്കെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവൊക്കെ ഉണ്ടായിരുന്നാൽ അത് ശരിയാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. അംഗീകരിക്കുകയാണ്, അവർ പോയേ മതിയാകൂ. പക്ഷെ അവരെ ആരാണ് തടഞ്ഞത്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഹോം മിനിസ്റ്റർ ഷിൻഡെ സാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, VIP-കൾ ലാൻഡ് ആവുന്ന സമയത്ത് പോലീസ് VIP-കൾക്ക് സംരക്ഷണം നൽകണം. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്, എനിക്കും പോകാൻ സാധിക്കില്ല, അതുപോലെ ആരും പോകാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല രജിത് സാർ, അത് ഇപ്പൊ അദ്ദേഹവും പോകില്ല, പോകുന്നവരെ അദ്ദേഹം തടഞ്ഞു നിർത്തുകയും ചെയ്യുകയാണ്. രജിത് സാർ, ഇപ്പോ എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അടുത്താണ് നിങ്ങൾ പറയുന്നത്. അതെ, ഇപ്പോ ഹോം മിനിസ്റ്ററുടെ ഡിസിപ്ലിനെ പറ്റി നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആൾക്കാർക്കും അത് അപ്ലൈ ആകും. പക്ഷേ ഗുജറാത്തിലെ മുഖ്യമന്ത്രി, തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മെയിൻ ഓഫീസർ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ്, അവർക്ക് ഇതൊന്നും അപ്ലൈ ആകത്തില്ല. തീർച്ചയായും അവർക്ക് ഒരു നിയമങ്ങളും എല്ലാവരും എന്റെ ഭാഗത്താണ് തെറ്റ് പറയുന്നത്. പക്ഷെ പോകേണ്ടവരൊക്കെ പോയില്ലേ. ഇനിയിപ്പോ ആരാണോ പോകാത്തത്, അത് ഗുജറാത്ത് മിനിസ്റ്റർ കാരണമാണ് പോകാത്തതെന്ന് പറയുന്നു. പക്ഷെ താങ്കൾ പോയവരെയും കുറ്റപ്പെടുത്തുകയാണ്, ആരൊക്കെ പോയില്ലയോ അവരെയും താങ്കൾ കുറ്റപ്പെടുത്തുകയാണ്. ആരാണോ പോയത് അവരുടെ ആ പ്രോമിസും, പിന്നെ അവരുടെ ആ ക്ഷമിച്ചേക്ക്, ഞാനിപ്പോ ഒരുപാട് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെ പറ്റിയാണോ സംസാരിക്കേണ്ടത് അവരെ പറ്റി തന്നെയാണ് വിമർശനവും ഉന്നയിച്ചിരിക്കുന്നത്. ആരാണോ പോയത്, ആ പോയവരെ പറ്റി യാതൊരു കുറ്റവും നമ്മൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. താങ്കൾ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം പത്രപ്രവർത്തകർക്ക് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ജനങ്ങളെ സംരക്ഷിക്കുന്ന ജോലി കഴിഞ്ഞതിന് ശേഷം എവിടെ കുറ്റം നടന്നു, എവിടേക്കാണ് കുറവുകൾ ഉള്ളത്, ആരാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള എൻക്വയറി നടത്തുമെന്നും താങ്കൾ പറഞ്ഞു. പക്ഷേ ഇത്രയും നാളായിട്ടും എങ്ങനെ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. അതെ, ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. അതായത് 19, 20 ജൂൺ അതിനെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ചോദ്യം ഉയർന്നു വന്നത്. ഈ പ്രകൃതി ദുരന്തം എങ്ങനെയാ ഉണ്ടായതെന്ന്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയൊക്കെ ഉണ്ട്. അവിടെയുള്ള ആൾക്കാർ ഇപ്പം തന്നെ ഡെറാഡൂണിൽ ഡിപ്ലോയ്ഡ്, അവരിപ്പോ തിരിച്ചു വന്നതും. അതായത് ഏത് അതോറിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഇവർക്ക് വർഷത്തിൽ ഏകദേശം 151 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ട്. ഒക്ടോബർ 2007 ഇത് ആരംഭിച്ചത്. പിന്നെ 23 ഏപ്രിൽ 2013 വരെ ഒരു മീറ്റിംഗ് പോലും നടത്തിയിട്ടുമില്ല. ഇവരെങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ നടത്തുന്നത്? ഇപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അതില് ഫുൾ ടൈം മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഫുൾ ടൈം മെമ്പേഴ്സ് അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഉറപ്പായിട്ട് തന്നെ ചെയ്തിരിക്കും. ആഫ്റ്റർ ഓൾ ഈ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സില്ലേ, അത് ക്രിയേറ്റ് ചെയ്തു. ഈ NDMA പ്രകാരം ഇവര് അതിന്റെ കീഴെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലല്ലോ. യാതൊരു ഉപകാരവും ഇല്ല. ഈ NDMA കൊണ്ട് യാതൊരു ഉപകാരം ഇല്ല എന്നുള്ള കാര്യം ഈ ദുരിതബാധിതർക്ക് ഒരുപക്ഷെ താങ്കൾ ഫാക്സിലേക്ക് പോയാൽ ചെയ്തില്ലെന്ന് മനസ്സിലാക്കാം. 30 സ്റ്റേറ്റുകളിൽ വെറും 7 സ്റ്റേറ്റുകൾ മാത്രമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി കമ്മിറ്റികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ സർക്കാരിന്റെ കാര്യമാണെന്ന് പറയാം. ഞാൻ പറഞ്ഞത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് താങ്കളുടെ ജോലി. പക്ഷേ അവരെ ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഈ വന്ന പ്രകൃതി ദുരന്തത്തിന്റെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റേറ്റ് പ്രകാരം ആ സ്റ്റേറ്റിലുള്ള മന്ത്രിമാരുടെയൊക്കെ ജോലിയാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ മന്ത്രി അത് പറഞ്ഞതിന് ശേഷവും, എഴുതി കൊടുത്തതിന് ശേഷവും, ഇനിയിപ്പോ പോയതിനു ശേഷവും എന്റെ നാട്ടിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ശരിയല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ചോദ്യം മന്ത്രിയോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്? അതല്ലേ അതിന്റെ ശരി. ഉത്തരാഖണ്ഡ് സർക്കാരിന് റിപ്പോർട്ട് വന്നുകൊണ്ടേയിരുന്നു. അതായത് അവർക്ക് വാണിംഗ് നൽകിക്കൊണ്ടേയിരുന്നു. 2 ദിവസത്തിന് മുൻപ് പറഞ്ഞു പല പല സ്ഥലങ്ങളിൽ നിന്ന് വാണിംഗ് ലഭിച്ചു, പക്ഷേ സർക്കാർ ഒന്നും തന്നെ ചെയ്തില്ല. നോക്ക്, ഇപ്പൊ നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിച്ചത്, അതിന്റെ ഉത്തരം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതെ, ഞങ്ങളുടെ പക്കൽ ഇതിന്റെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, പ്രകൃതിയുടെ കാലാവസ്ഥ ശരിയല്ല എന്ന്. നോക്ക് രജിത് സാർ, എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഒരു മലയില്, അയാൾക്ക് അവിടെ എപ്പോഴും കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. മേഘം വരും, മഴ പോകും, അങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഇതൊരിക്കലും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ക്ലൗഡ് ബെസ്റ്റ് ഇതൊന്നും ആരും തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പൊ അതില് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അവിടുത്തെ ജില്ലയിലെ ആൾക്കാർ ശരിയായ സമയത്ത് അവരുടെ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ എന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ എന്തൊക്കെയായാലും ഉണ്ടായിരിക്കും. അതൊക്കെ എന്തായാലും നടക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റിയൊക്കെ പറയാൻ സാധിക്കുമോ? ഈ തെറ്റുകൾ എവിടെയാണ് സംഭവിച്ചത്, എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് താങ്കൾക്ക് ജനങ്ങളോട് പറയാൻ പറ്റുമോ? ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തെ
ഞാൻ എടുത്തു ചാടി അതിനൊരു ഉത്തരം ഇപ്പോൾ ആപ്കി അദാലത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു വാക്ക് തരുക. ഞാൻ ഈ കാര്യം ഉറപ്പായിട്ടും സർക്കാരിൻ്റെ അടുത്ത് എത്തിച്ചിരിക്കും. തിങ്കളാഴ്ചക്കകത്ത് നിങ്ങളോടും ഈ കാര്യം ഞാൻ പറഞ്ഞിരിക്കും. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് നിങ്ങൾക്കെപ്പോൾ വരും എന്നുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾക്കിത് എല്ലാവരോടും പറയാവുന്നതാണ്. മനീഷ് സാർ, എൻ്റെ അടുത്ത് ചോദ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മനീഷ് തിവാരിയോടുള്ള ജനങ്ങളുടെ ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഇവിടെ താങ്കൾ നരേന്ദ്രമോദിയെ അനാർക്കലിയാക്കിയിരിക്കുക. IB ഞാൻ താങ്കളെ മരിക്കാൻ അനുവദിക്കില്ല, പിന്നെ CBI ജീവിക്കാൻ അനുവദിക്കില്ലെന്നും പറയുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരി. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ സർക്കാർ CBIയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മനീഷ് സാർ, ഇടയ്ക്കിടയ്ക്ക് BJP നേതാക്കന്മാർ ഇത് പറയാറുണ്ട്. ഈ സർക്കാരിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, പാർലമെന്റിൽ മെജോറിറ്റി കിട്ടാൻ വേണ്ടി, സർക്കാർ പ്രവർത്തിക്കാൻ വേണ്ടി CBIയെ ഉപയോഗപ്പെടുത്തുകയാണെന്ന്. ദേ നോക്ക്, നിങ്ങൾ അതായത് ഈ അലിഗേഷൻ, തെറ്റായ കുറ്റപ്പെടുത്തൽ, ഇത് പൂർണ്ണമായും ഒരു തെളിവുമില്ലാത്തതാണ്, ഇല്ലാത്ത കാര്യങ്ങളുമാണ്. ഞാനിപ്പോൾ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും CBIയെ തെറ്റായ രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണെങ്കിൽ അത് NDA സർക്കാരാണ്. അതിനുള്ള എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതേപോലെ നീതിന്യായ കോടതി, ജസ്റ്റിസ് വെങ്കട്ട് സ്വാമി കമ്മീഷൻ, ദ ഹെൽക്കോഫിൻ പ്രസ്താവനകൾ, ആ കാര്യങ്ങളുടെ രീതിയിലാണ് അന്വേഷണങ്ങളും തുടങ്ങിയത്. പിന്നെ എങ്ങനെയാണോ NDA സർക്കാർ ഈ ഹെൽക്കയുടെ പ്രൊമോട്ടേഴ്സ്, പിന്നെ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ, അവരോടൊക്കെ എങ്ങനെയാണോ നിന്നത്, അതിനേക്കാളും ഒരു വലിയൊരു എക്സാമ്പിളുണ്ട്. ഗവൺമെന്റ് മിഷണറീസിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, CBI ഹരൺ പാണ്ഡ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി. പിന്നീട് ആ തീരുമാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അത് CBIക്ക് ഒരു നല്ല കാര്യം തന്നെ ആയിരിക്കും. ഒരുപക്ഷെ CBI ഇതുപോലുള്ള ഒരു തീരുമാനത്തിലാണ് വരികയാണെങ്കിൽ അവർക്ക് അനുകൂലമല്ല എന്നും പറഞ്ഞ് പിന്നെ കോൺഗ്രസ് ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിപ്പോകും. സോ എങ്ങനെയായിരുന്നാലും പ്രശ്നം വരുന്നത് ഇവിടെ തന്നെയാണ്. താങ്കളുടെ സർക്കാരിനെ സഹായിക്കുന്നത് മുലായം സിംഗ് യാദവാണ്. 2013 ഏപ്രിൽ 13 മുലായം സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത് റെക്കോർഡായതാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെതിരായി പ്രക്ഷോഭം നടത്തുന്നത് അത്ര ഈസി അല്ല, ജയിലിൽ അടയ്ക്കും, പിന്നെ CBIയെ പുറകിൽ അയക്കുമെന്ന്. നോക്ക്, ബഹുമാനപ്പെട്ട മുലായം സിംഗിനെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങളിൽ ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ, ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, ഒരു നിവേദനം എല്ലാവരും ചേർന്ന് കൊടുക്കുകയുണ്ടായി. ആ നിവേദനത്തിലുള്ളത് പ്രകാരം, അതിന്റെ പേരുള്ള ഉത്തരവ് പ്രകാരം CBI ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ പോവുകയായിരുന്നു. നീതിന്യായ കോടതി ഈ അന്വേഷണ ഏജൻസിയുടെ നടുക്കിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് സർക്കാരിനും യാതൊരു ബന്ധവും. DMK നിങ്ങളുടെ അലയൻസ് ആണ്. നിങ്ങളുടെ സർക്കാരിലെ ഒരു വലിയ പാർട്ടിയാണ് DMK. DMKയുടെ പാർട്ടിക്കാർ സർക്കാരിലുമുണ്ട്. എന്ന് DMK സപ്പോർട്ട് പിൻവലിച്ചോ അടുത്ത ദിവസം തന്നെ കരുണാനിധിയുടെ മകളുടെ വീട്ടിൽ CBI റെയ്ഡ് നടന്നു. DMK എപ്പോഴാണോ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷണം നടത്തിയത്, അതിനുശേഷം DMK ഒരു തീരുമാനത്തിലെത്തി. പറയുകയാണെങ്കിൽ ഇതിനും ആ സർക്കാരിനും യാതൊരു ബന്ധവുമില്ല എന്ന്. ഏതോ ഒരു കാറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഏതോ ഒരു കാറ് ഇമ്പോർട്ടർ, എനിക്കങ്ങോട്ട് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, അതിന്റെ കാര്യത്തിലാണ് അന്വേഷണം നടന്നത്. അതായത് വിദേശത്തുള്ള കാറ്, ആ കാര്യത്തെ പറ്റിയാണ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ആ കാർ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ആ കാറിന്റെ ഏജൻസി ഒരു 16-17 സ്ഥലങ്ങളിലെങ്കിലും പോയിട്ടുണ്ടാകും. അതിലൊരു സ്ഥലമാണ് അത് നമ്മുടെ DMKയുടെ നേതാവിന്റെ സ്ഥലം. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ, അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്കാണ് അവര് പോയത്. സോ അങ്ങനെ ടൈമിംഗ് കണ്ടില്ലേ, ഇന്ന് വിഡ്രോ ചെയ്തപ്പോ നാളെ തന്നെ റെയ്ഡ്. നോക്ക്, ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതി, ഈ നിയമം കൊണ്ടുപോകുന്ന രീതി, ഈ വിചാരണ ചെയ്യുന്ന രീതി, ഇതൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയവുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഏജൻസിയുടെ ഓരോ ആക്ഷനും ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. ടൈമിംഗ് എപ്പോഴും ഇല്ല. നോക്ക്, നിങ്ങൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഈ റെയ്ഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു കുറ്റപത്രിക കൊടുക്കുന്നതിലൂടെ ഒരാള് കുറ്റക്കാരൻ എന്നതിന് അർത്ഥമില്ല. UPA സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ
അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയോ ഉപയോഗിക്കാനാകില്ല. ഈ ഈ ഈ കുറ്റപത്രിക എല്ലാം തന്നെ ഒരു തെളിവുകളുമില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റാരോപണം വെറും ഓപ്പോസിഷൻ ലീഡേഴ്സിന്റെ മാത്രമല്ല, നിങ്ങളുടെ അസോസിയേറ്റ്സിന്റെ അല്ല. സുപ്രീം കോടതി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ CBI സർക്കാരിന്റെ ഒരു തത്തയാണെന്ന്. മുതലാളി എന്ന് പറയുന്നു അതേ അനുസരിക്കാറുള്ളൂ. ഇപ്പോ കോടതിയുടെ ഈ ട്രിക്സ് ഉണ്ടല്ലോ, ഇതിനെ നിങ്ങൾ ഓർബിറ്റ് എന്നാ പറയാറ്. അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്കും കൊടുക്കാൻ സാധിക്കില്ല. അല്ല, ഞാനത് തീർച്ചയായിട്ടും ചോദിക്കാൻ തോന്നുന്നു. അതായത് ഇപ്പോ നമ്മുടെ നാട്ടിലെ CBIയുടെ സുരക്ഷയെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മന്ത്രിയാകുന്നതിന് മുന്നേ ഞാൻ MP ആയിരുന്നപ്പോ ഞാൻ തന്നെ പാർലമെന്റിൽ ജനങ്ങളുടെ ഒരു നിവേദനം അവിടെ സമർപ്പിക്കുകയുണ്ടായി. CBIക്ക് വേണ്ടി മാത്രം ഒരു നിയമത്തിന്റെ ഒരു ചട്ടക്കൂട് നിർമ്മിക്കുന്നതിനു വേണ്ടി. ഇപ്പോ ഞാനെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഹൈക്കോർട്ട് ഇപ്പൊ തന്നെ ഈ കാര്യം പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. ഇത് കാരണം CBIയുടെ സുരക്ഷയെ ശരിയാക്കുന്നതിന് വേണ്ടി ഇത് വളരെ ഉപകാരപ്രദമായേക്കും. ഒരുപാട് മുന്നേറ്റം ഉണ്ടാകും. മറയ്ക്കുന്നുണ്ടല്ലോ. അതായത് ഇസ്രത്ത് കേസിൽ നരേന്ദ്രമോദിയെ കൊടുക്കാൻ വേണ്ടി സർക്കാർ CBIയെ ഉപയോഗപ്പെടുത്തി. അതിലും ടൈമിംഗ് വളരെ കൃത്യമായിട്ടുണ്ട്. ഒരു സൈഡിൽ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നേതാവാവുന്നു, മറ്റൊരു സൈഡിൽ കേസും സ്റ്റാർട്ട്. സാർ, നിങ്ങളിപ്പോ ഗുജറാത്തിലെ ഏതെങ്കിലും ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ, ഇപ്പോ എന്ത് സംഭവമാണ് അവിടെ നടന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2002 ഒരു കൊലപാതകം നടന്നിരുന്നു. അതിനുശേഷം ഒന്നല്ല, ഒരുപാട് ഫേക്ക് എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. ആ ഫേക്ക് എൻകൗണ്ടേഴ്സ് എല്ലാം തന്നെ ഗുജറാത്ത് സർക്കാർ പ്രകടന പത്രിക വഴിയായിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തപ്പോ അതവർ അക്സെപ്റ്റ് ചെയ്തു, അതവർ സമ്മതിച്ചു. എൻട്രിങ് കോമ്പൻസേഷൻ. സോ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, അവിടെയുള്ള സർക്കാർ, പിന്നെ സർക്കാരിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റീസ് അത് മുഴുവനായിട്ട് നശിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ നടന്ന ഈ ഫേക്ക് എൻകൗണ്ടേഴ്സിന് അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് ഫേക്ക് എൻകൗണ്ടേഴ്സ്, നത്തിങ് എൽസ്. ഇത് കോൾഡ് ബ്ലഡഡ് മർഡർ ആണ്. നിങ്ങളൊരു പേഴ്സണെ നിർബന്ധപൂർവ്വം പിടിച്ചു കെട്ടി അവനെ കൊല്ലുകയാണെങ്കിൽ, അത് എൻകൗണ്ടർ ആണെന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് നോട്ട് എൻകൗണ്ടർ, ഇറ്റ്സ് എ മർഡർ. അപ്പൊ ഇതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണോ അവർക്ക് എന്തായാലും ശിക്ഷ ലഭിച്ചേ പറ്റത്തുള്ളൂ. അതല്ലേ അതിന്റെ ഒരു ശരി. CBI എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ IB അത് UPI ഗവൺമെന്റിന്റെ താഴെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. പിന്നെ ഗുജറാത്ത് പോലീസ് നരേന്ദ്രമോദിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്നും, അത് അവർ രണ്ടുപേരുടെയും ജോയിന്റ് ഓപ്പറേഷൻ ആണെന്നും. ഇല്ല, നോക്ക്, കുറ്റം ഗുജറാത്ത് സർക്കാരിന്റെ മേലിൽ വരുമോ അതോ സെൻട്രൽ ഗവൺമെന്റിനും അതിൽ ബന്ധമുണ്ടോ? അത് IBയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ IBയുടെ ഓഫീസേഴ്സ് ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഇൻവോൾവ് ആയിരിക്കാം. അതുകൊണ്ട് അവരുടെ മേൽ നടപടി എടുക്കാവുന്നതാണ്. IBയുടെ ചീഫ് ആസിഫ് ഇബ്രാഹിം സർ, അദ്ദേഹം ഹോം മിനിസ്റ്ററിന് ഒരു ലെറ്റർ എഴുതിയിരുന്നു. ലെറ്റർ അല്ല, കംപ്ലൈന്റ്. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, CBI ഈ കാര്യത്തിൽ എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നെന്ന് വെച്ചാൽ, ഇതിന്റെ നഷ്ടം രാജ്യത്തിന്റെ ഇന്റേണൽ സെക്യൂരിറ്റിക്കായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്റലിജൻസ് സർവീസേഴ്സ് ഇപ്പോൾ ഉള്ള ഏജൻസീസ് എല്ലാം തന്നെ അവര് തെറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജനങ്ങൾ IB ഓപ്പറേഷൻ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ടാപ്ഡ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ടെറർ ഓപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഹാൻഡ്ലേഴ്സ് ഇൻ പാകിസ്ഥാൻ. ഈ തീവ്രവാദികൾ പാകിസ്ഥാനിലുള്ള വ്യക്തികളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ പക്കാ ടെററിസ്റ്റുകളാണ്. അവർ ലക്ഷറി തോയുമായി ബന്ധമുള്ളവരാണ്. അവരെ പറ്റിയുള്ളതാണ് ഈ ഓപ്പറേഷൻ. ശരി, ഇപ്പൊ നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ സമ്മതിക്കാം. അവര് ഉറപ്പായും തന്നെ ലഷ്കർ-ഇ തോയ്ബയുമായിട്ട് ആൾക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതിനെപ്പറ്റി വേറൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ സുഹൃത്തുക്കളോ അവരുടെ കുടുംബമോ ആരും തന്നെ ഇത് സമ്മതിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ ഒരു ഫേക്ക് ആർഗ്യുമെന്റിന് വേണ്ടി ഞാൻ ഈ കാര്യം സമ്മതിച്ചങ്ങ് തന്നേക്കാം. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതെ, എലീറ്റ് ഓപ്പറേറ്റേഴ്സ്. എന്നിരുന്നാലും നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ മനുഷ്യത്വം ഇതിന് സമ്മതിക്കുമോ? നിങ്ങളൊരു മനുഷ്യനെ ഒരിടത്ത് നിർത്തിയിട്ട് അവന്റെ തെറ്റ് പ്രൂവ് ചെയ്യാതെ അവനെ വെടിവെക്കുന്നത് ഏത് നിയമമാണ് ഇതിനെ അനുവദിച്ചിരിക്കുന്നത്? നോക്ക്, കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു പക്ഷേ അവർക്കെതിരായിട്ട് നിങ്ങളുടെ അടുത്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേ, കോടതിയിൽ കൊണ്ടുപോയി നിർത്ത്. ആഫ്റ്റർ ഓൾ നിങ്ങൾ ഖസാക്കിനെതിരെ നടപടി യാതൊരു വിധത്തിലുള്ള ആപത്തുമില്ല. അപകടമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഈ കേസിൽ രാഷ്ട്രീയത്തെ കലർത്താൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. വെറും ചില ടെലിഫോൺ കോൾസിന്റെ ബേസിക്കല് ഇവർ മുഖ്യമന്ത്രിയുടെ പേരിലും അന്നത്തെ ഹോം മിനിസ്റ്ററിന്റെ പേരിലും കാര്യം പറയും. ഇത് ഒറ്റപ്പെട്ട ഒരാളുടെ കാര്യം മാത്രമല്ല, ഷറാബുദ്ദീന്റെ കാര്യം, കൗസർ പിയുടെ വിഷയം, തുളസി പ്രജാപതിയുമായി ബന്ധപ്പെട്ടത്. ഞാൻ ഈ കാര്യമാണ് പറഞ്ഞു വരുന്നത്. 2002 ശേഷം 2007, 2008 ആ കാലം വരെ ഏതുവരെ ഹൈക്കോർട്ട് ഇതിൽ ഇടപെടാതെ നടപടിയെടുക്കാതെ വിട്ടിരുന്നുവോ,
അതുപോലെ തന്നെ ഗുജറാത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ രോമാഞ്ചം കൊള്ളുന്ന കാര്യങ്ങളായിരുന്നു. ഒരുപക്ഷെ അതിൽ സർക്കാർ തന്നെ ഇൻവോൾവ് ആയിരുന്നാലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർ തന്നെയല്ല അതിന്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കേണ്ടത്. പിന്നെ താങ്കൾ നരേന്ദ്രമോദിയെ അനാർക്കലിയാക്കി മാറ്റി. IB താങ്കളെ ചാവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു, CBI താങ്കളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇതേ നോക്ക്, കാര്യം എന്താന്ന് വെച്ചാൽ അവരെ നമ്മൾ അനാർക്കലിയും ആക്കിയിട്ടില്ല, സലിമും ആക്കിയിട്ടില്ല. ആ CBI തന്നെ ഗുജറാത്ത് എത്രത്തോളം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുവോ, അതായത് താങ്കളുടെ രാഷ്ട്രീയ സുഹൃത്തായ പവൻ ബൻസൽ അദ്ദേഹത്തെ എൻക്വയറി ചെയ്യുമ്പോൾ അപ്പോ പവൻ ബൻസലിനെ മാപ്പ് സാക്ഷിയാക്കും. അദ്ദേഹത്തിന്റെ നെഫ്യൂ 10 കോടി രൂപയാണ് ബ്രൈറ്റ് ചോദിച്ചത്. അവരുടെ വീട്ടിൽ വെച്ച് മീറ്റിംഗും നടന്നു. അവർ ടെലിഫോണിൽ മിനിസ്ട്രിയോട് സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ CBI കൊടുത്ത തെളിവുകളാണ്. പക്ഷേ മന്ത്രി അതിൽ ഉൾപ്പെട്ടതുകൊണ്ട് എല്ലാം വിട്ടിരിക്കുകയാണ്. ഇതേ നോക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. അതായത് 1979 തൊട്ട് 2004 വരെ ഞാൻ ലുധിയാനയിലേക്ക് പോയിട്ടേ ഇല്ല. ഞാനും പിന്നെ ബെൻസൽ സാറും സിൻഡിക്കേറ്റ് മത്സരത്തിലെ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. നമുക്കെതിരെ ഒരാൾ മത്സരിക്കാനായിട്ട് നിൽക്കുമ്പോൾ അപ്പം നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഇൻ്റലിജൻറ്റ് നല്ലതുപോലെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. ഞാൻ എനിക്കുണ്ടായ അനുഭവം വെച്ച് പറയുക, ഈ പവൻ ബൻസൽ ഇങ്ങനെയുള്ള ഒരാളേ അല്ല. ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു 1% കോർട്ട് തീരുമാനിക്കാത്തതും അതിന്റെ ആ വഴിക്ക് എന്നെ അങ്ങ് വിട്ടേക്കാം. ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു അഭിപ്രായമാണ്, എനിക്കുള്ള ലാഭനഷ്ടങ്ങളെ പറ്റിയും പറയാനായിട്ട് സാധിക്കും. സാർ, ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. നാളെ ഒരു പക്ഷെ കോർട്ട് വേറൊരു തീരുമാനവും എടുത്തേക്കാം. പക്ഷെ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ലല്ലോ. അതായത് താങ്കൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തെറ്റായ കാര്യങ്ങൾ താങ്കൾ പറയില്ല, രാഷ്ട്രീയത്തിന് വേണ്ടി കള്ളം പറയുന്ന ആളുമല്ല താങ്കൾ. താങ്കൾ ഒരു വക്കീലായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, CBI എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പവൻ ബെൻസലിന് ഒരു റോളും ഇല്ല, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും അറിയാത്ത അദ്ദേഹത്തിന് എന്തിനാണ് അവർ സാക്ഷിയാക്കി വെച്ചിരിക്കുന്നത്? നോക്ക്, ഇതുപോലുള്ള ഒരു കേസിലും ചാർജ് ഷീറ്റ് വായിച്ചു നോക്കിയിട്ട് അതിനെ നല്ലതുപോലെ മനസ്സിലാക്കി, ആ ചാർജ് ഷീറ്റിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എന്ന് നല്ലതുപോലെ മനസ്സിലാക്കി, ഞാൻ ആരെ സാക്ഷിയാക്കണം, ആരെ കുറ്റാരോപിതരാക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഈ UP സർക്കാർ, പിന്നെ പ്രധാനമായും നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എപ്പോഴും ഈ സൈഡിൽ ഉണ്ടായിരുന്നതേ ഇല്ല. എൻക്വയറി ഏജൻസിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ തലയിട്ടിട്ടേ ഇല്ല. അപ്പൊ താങ്കളുടെ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? ഒരു സൈഡിൽ സുപ്രീം കോടതി പറയുന്നത് സർക്കാരിന്റെ കിളിയാണെന്ന്, പക്ഷെ താങ്കൾ പറയുന്നത് അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല. എങ്ങനെ വിശ്വസിക്കും? എൻക്വയറി ഏജൻസിയുടെ കൺക്ലൂഷൻ അതൊരിക്കലും ഫൈനൽ അല്ലല്ലോ. എ ചാർജ് ഷീറ്റ് ഇസ് ആസ് ബെസ്റ്റ് an appreciation of the facts in the circumstances and understood by the investigation officer. It is nothing more and nothing else. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും അത് പവൻ ബെൻസൽ ആണെങ്കിലും അല്ലെങ്കിൽ നരേന്ദ്രമോദി ആണെങ്കിലും രണ്ടുപേർക്കും അങ്ങനെയാണ്. രണ്ടുപേർക്കും അങ്ങനെയാണ്. ഇതേ നോക്ക്, അതിപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി, അത് പവൻ ബൻസൽ ആയിരുന്നാലും ശരി, അതിപ്പോ ഞാനായിരുന്നാലും ശരി, നിങ്ങളായിരുന്നാലും ശരി, ഇനിയിപ്പോ ജനങ്ങളായിരുന്നാലും ശരി, ഇന്ത്യയിലെ ജൂരിയസ് ഫ്ലൂഡൻസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ യു ആർ ഇന്നസെന്റ് ആൻഡ് ടിൽ പ്രൂവൻ ഗിൽറ്റി. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇതിലിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഈ നിമിഷത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ നാട്ടിലെ മീഡിയാസിനെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്രീ സൊസൈറ്റിയെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു മീഡിയ ട്രയൽ അല്ലേ? എ പേഴ്സൺ ഈസ് കൺവക്റ്റഡ് ഈവൻ ബിഫോർ ഹി എൻറ്റർഡ് ദ കോർട്ട് റൂം. ഈ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് എന്തായാലും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. എന്ത് ഉപദേശമാണ് നൽകുന്നത്? എന്റെ അഡ്വൈസ് ഇത് മാത്രമാണ്. ഇപ്പോ എന്റെ അഡ്വൈസ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങൾ സത്യം എന്താണോ അത് റിപ്പോർട്ട് ചെയ്യേ, പക്ഷെ അവരെ സെൻസേഷണലൈസ് ആക്കരുത്. അതെന്തിനാ പറയുന്നത് വെച്ചാൽ, രഞ്ജിത്ത് സാർ, ഇപ്പോൾ എല്ലായിടത്തും ഈ മീഡിയയുടെ റെഗുലേഷനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ടല്ലോ. അതൊരു സർക്കാരിന്റെ കാര്യമോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമോ അല്ല. അതൊരു കോർട്ട് എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം വന്നതിന് ശേഷമേ കാര്യങ്ങളൊക്കെ നടക്കാവൂ. മീഡിയ അവരവർ സ്വന്തമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം. ഇത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, വേറെ ആരുടെയുമല്ല. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായമല്ല, ഒരു സാധാരണ പൗരന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഈ കോർട്ട് വീണ്ടും തുടർന്നുകൊണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ മീഡിയ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. താങ്കൾ പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം.
പക്ഷേ സർക്കാർ ആണെങ്കിലും കോടതിയാണെങ്കിലും ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കണം. ഒരുപക്ഷെ മീഡിയ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ ഉത്തരാഖണ്ഡിൽ എന്ത് സംഭവിച്ചെന്ന് ജനങ്ങൾ അറിയില്ലായിരുന്നു. ഡൽഹിയിൽ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായപ്പോൾ ആ കേസ് മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോകില്ലായിരുന്നു. ഇല്ല, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. ഇതിന് 2 വശമുണ്ട്. ഇതില് കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിപ്പോർട്ടൊന്നും ചെയ്യരുതെന്ന് ആരും തന്നെ പറഞ്ഞതേ ഇല്ല. നിങ്ങൾ സത്യം മാത്രം അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ട്രാജഡി എങ്ങനെ മീഡിയ റിപ്പോർട്ട് ചെയ്തോ അത് വളരെ ഉത്തരവാദിത്വത്തോടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മീഡിയയാണ് ജനങ്ങൾക്ക് കൃത്യമായി ആഹാരം കൊണ്ടുപോയി കൊടുത്തതും വഴി കാണിച്ചതും പിരിഞ്ഞ കുടുംബങ്ങളെ ഒന്നിച്ചു ചേർത്തതും പിന്നെ എത്രയോ ഇടങ്ങളിൽ ദഹനം പോലും നടത്തി. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിന്റെ ട്രാജഡി മാത്രമല്ല, ഒരുപാട് കാലങ്ങളായി എപ്പോഴൊക്കെ മതത്തിന്റെ പേരിൽ ലഹളം നടന്നുവോ അപ്പോഴെല്ലാം മീഡിയാസ് വളരെ ഉത്തരവാദിത്തപൂർവ്വം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾ മറക്കാനേ സാധ്യതയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ സെൻസേഷണൽ ആവുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മാത്രമാണ്. അത് TRPക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് മീഡിയാസിന് പ്രശ്നമാണ്, മറ്റുള്ള ആൾക്കാർക്കും അത് പ്രശ്നമാണ്. എല്ലാത്തിനും 2 വശമുണ്ട്. താങ്കൾ പറയുന്നത് അംഗീകരിക്കാണ്. അബ്രേഷൻ സംഭവിക്കും, ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊരിക്കലും TRPക്ക് വേണ്ടി സംഭവിക്കുന്നതല്ല. ചില തെറ്റുകൾ എപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ മനീഷ് തിവാരിയോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ട്വിറ്ററിൽ നരേന്ദ്രമോദിക്ക് മറ്റുള്ളവരെക്കാൾ ഫോളോവേഴ്സ് കൂടുതലാണ്. അത് 18 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. അല്ല, ഈ 18 ലക്ഷമല്ലേ, അത് ഒരാള് കോൾ സെന്ററിൽ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ ഐഡന്റിറ്റീസ് ആണ്. അത് ഉറപ്പായും എൻക്വയറി ചെയ്തിരിക്കണം. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് മനീഷ് തിവാരിയോടാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ പാർട്ടി നരേന്ദ്രമോദിയെ പേടിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യമാണോ? താങ്കളുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാരെല്ലാം പബ്ലിക്കായിട്ട് ഈ കാര്യമാണ് പറയുന്നത്. നരേന്ദ്രമോദി ഗുജറാത്തി മാത്രമേ ഉള്ളൂ, വേറെങ്ങും അദ്ദേഹത്തിന് പേരില്ല. ഒരുപക്ഷെ അദ്ദേഹം വന്നാലും ഒരു പ്രശ്നവുമില്ല, ആർക്കും അദ്ദേഹത്തെ അറിയില്ലെന്ന് പറയുന്നു. രജിത് സാർ, കാര്യം ഇതല്ല. ഞങ്ങള് ഗുജറാത്തിലെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾ ആശയത്തിനെയാണ് ഭയപ്പെടുന്നത്. എന്തെന്നുവെച്ചാൽ ഈ രാജ്യത്തിന്റെ പാർട്ടീഷൻ നടന്നപ്പോൾ ഒരു ആശയത്തിന്റെ കീഴിലാണ് ഇന്ത്യ രൂപപ്പെട്ടത്. വേറൊരു ആശയത്തിന്റെ കീഴിൽ പാകിസ്ഥാനും രൂപപ്പെട്ടു. പിന്നെ കഴിഞ്ഞ 64 വർഷമായിട്ട് ഏത് ആശയത്തിന്റെ കീഴിലാണോ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പൂക്കൾ കൊണ്ടും പഴങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. പക്ഷെ ഏത് ആശയത്തിന്റെ കീഴിലാണോ പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആശയം അവിടെ ഫെയിലിയറായി. ജനങ്ങളത് റിജക്റ്റ് ചെയ്തു. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഇൻവേഴ്സ് പ്രകാരം, സോറി എൻ്റെ ഇംഗ്ലീഷ് കുറച്ച് മോശമാണ്, ഞാൻ ഹിന്ദി മീഡിയത്തിലേ പഠിച്ചത്, വളരെ ഇൻവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അതൊരു ഫെയിൽഡ് ആശയമാണ്. അതും ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നെ അതിൻ്റെ പരിണിത ഫലങ്ങൾ, അതിൻ്റെ ഫലം ഇന്ത്യക്കൊരു ആപത്തായിട്ട് മാത്രമേ വരത്തുള്ളൂ. ഈ കാര്യത്തെപ്പറ്റി ആലോചിച്ചാണ് ഞങ്ങൾ ഒരുപാട് വേവലാതിപ്പെടുന്നത്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള ഞങ്ങൾക്കുള്ള പ്രശ്നമല്ലേ, അതൊരിക്കലും ജനങ്ങളോടല്ല. ഞാൻ ആശയത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. മറ്റൊരു മിനിസ്റ്റർ, താങ്കളുടെ സർക്കാരിലെ മറ്റൊരു മന്ത്രിയായ ജയറാം രമേശ്, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ, നരേന്ദ്രമോദി ഗുജറാത്തിൽ 3 പ്രാവശ്യം ജയിച്ചിരിക്കുകയാണ്. സംശയം വേണ്ട, അദ്ദേഹം നന്നായിട്ട് പ്രചരണം നടത്തുന്നുണ്ട്. മോദി കാര്യനിർവഹണത്തിൽ മാത്രമല്ല എല്ലാ രീതിയിലും കോൺഗ്രസിനൊരു ചാലഞ്ചായിട്ട് മാറുകയാണ്. നോക്ക്, അവരുടെ ആശയം ഈ ഇന്ത്യക്ക് തന്നെ വെല്ലുവിളിയായിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പ്രതീക്ഷ അത് പോളറൈസ് ആകും. അത് രാഷ്ട്രീയപരമായിരുന്നാലും ശരി, വേറെ എന്ത് പരമായിരുന്നാലും ശരി, അത് പൊതുവായിരുന്നാലും ശരി, അത് സമൂഹത്തിന്റെ ആയിരുന്നാലും ശരി. അതുകൊണ്ട് ഈ ആശയങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ഇത് കഴിഞ്ഞ 64 വർഷമായിട്ട് അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ RSS ആയിക്കോട്ടെ, അവർക്ക് അവരുടെ മെജോറിറ്റി ആയിട്ടുള്ള ആശയം ഈ നാട്ടിലും മെജോറിറ്റി ആയിട്ട് ഉണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് സത്യം. അതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. പക്ഷേ ഈ സിദ്ധാന്തമാണ് അവരെ ഗുജറാത്തിൽ 3 പ്രാവശ്യം ഇലക്ഷനിൽ ജയിപ്പിച്ചത്. ഇപ്പോ റീസെന്റ് ആയിട്ട് ഇലക്ഷൻ നടന്നിരുന്നു. അതിപ്പോ 6 സീറ്റ് കോൺഗ്രസിന്റെ പക്കൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ 6 സീറ്റ് പോലും ഇപ്പോൾ ഒരു മാസത്തിന് മുൻപ് ശരി ഇപ്പോ MLA ഇലക്ഷനും തദ്ദേശ ഇലക്ഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 2002 ഗുജറാത്ത് ഇലക്ഷനിൽ ഞങ്ങൾ തോറ്റുപോയി. 2004 ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോ 26 12 സീറ്റ് ഞങ്ങൾ ജയിച്ചു. 2007
പാർലമെന്റ് ഇലക്ഷനിൽ ഞങ്ങൾ തോക്കുകയുണ്ടായി. 2009 നടന്ന ഇലക്ഷനിൽ കുറേ സീറ്റുകൾ നമ്മൾ ജയിക്കുകയുണ്ടായി. അതുകൊണ്ട് ജനങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. സ്റ്റേറ്റിലെ ഏതൊരു രാഷ്ട്രീയമാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, അതുപോലെ സെൻട്രലിലും എങ്ങനത്തെ രാഷ്ട്രീയം അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന്, രണ്ടിനും വ്യത്യാസമുണ്ട്. പിന്നെ അതിൽ ഉറപ്പായും ആരുടെ ആശയമാണോ ഇഷ്ടപ്പെടുന്നത്, ആരെല്ലാം BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയം ഇഷ്ടപ്പെടുന്നുവോ അവര് ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. അതവർക്ക് ലാഭകരമാണ്. അവർ ഒരുപാട് സ്റ്റേറ്റ്സിലുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയാണ് ജീവിക്കുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഐഡിയ ഓഫ് ഇന്ത്യ, ഫ്ലോറിസ്റ്റിക് ഐഡിയ ഓഫ് ഇന്ത്യ, അവർക്കവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തെ 65% യൂത്ത് ഉണ്ട്. അതുപോലെ കോടിക്കണക്കിന് ജനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മിങ്കിളായിരിക്കുന്നത്. ഇന്ന് ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു, ട്വിറ്ററിൽ നരേന്ദ്രമോദിക്കാണ് എല്ലാവരെക്കാളും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. അദ്ദേഹത്തെ ഫോളോ 18 ചെയ്യുന്നത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. ആ 18 ലക്ഷമല്ലേ, അത് ഒരാളാ. കോൾ സെന്ററിൽ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ ഐഡന്റിറ്റീസ് ആണത്. അത് നമ്മൾ അന്വേഷിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ കർണാടകയിൽ എന്താ മാജിക് വർക്കൗട്ട് ആകാത്ത? അതാണ് പറയുന്നത്. ഇത് പ്രചാരണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ താങ്കളുടെ പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് വലിയ പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന്, ഏജൻസീസ് ഇതിനുവേണ്ടി പ്രസന്റേഷൻ നിങ്ങൾ ചെയ്യുന്നു. പറയുന്നത് മുഴുവനായിട്ടും ശരിയാണ്. ഞാനതിനെ എതിർക്കുന്നതേയില്ല. വെറും പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, സർക്കാരിന് വേണ്ടി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വരാൻ പോകുന്ന ജനറേഷനിൽ പ്രിന്റ്, ബ്രോഡ്കാസ്റ്റിംഗ്, ഇപ്പോൾ ഉള്ള മീഡിയയുടെ കൂടെ വരാൻ പോകുന്ന മീഡിയയ്ക്കും വളരെയധികം റോളുണ്ട്. അതങ്ങനെ വരൂ. താങ്കൾ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ അതോ അറിയാൻ ശ്രമിച്ചിരുന്നോ? എങ്ങനെയാണ് നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എനിക്കിപ്പോൾ ഒരു അവസരം തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് തെളിയിച്ച് കാണിച്ചു തരാം. അത് പിന്നെ അപ്പോൾ അതിൻ്റെ വിഷ്വൽ എവിഡൻസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ കോൾ സെൻറ്റേഴ്സ്, പിന്നെ ബേസ്മെൻറ്റ് ഫെസിലിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ ധാരാളം ജനങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. താങ്കൾ തന്നെ. ഞാനൊരു കോൺഗ്രസ് വർക്കറാണ്, അതും ഒരു സീനിയർ വർക്കറാണ്. പിന്നെ നിങ്ങളുടെ മന്ത്രി ശ്രീ ലവ്ലി സാറിനും സഞ്ജയ് ദീക്ഷിത് സാറിനും നന്നായിട്ട് അറിയാം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇലക്ഷൻ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സീറ്റ് കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുക? സാമ്പത്തികാവസ്ഥ കണ്ടു കൊടുക്കുമോ, അതല്ല ഒരു ഭൂവുടമയായ വർക്കറിനെ സീറ്റ് കൊടുക്കുന്നുണ്ടോ, അതുമല്ല പാർട്ടിയിലെ പ്രധാന ഗുണ്ടകൾക്കാണോ സീറ്റ് കൊടുക്കുക? ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. എനിക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങളും വിഷമങ്ങളും എനിക്ക് നല്ലതുപോലെ മനസ്സിലാവും. എനിക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ടിക്കറ്റ് കാശുള്ളവനെ കൊടുക്കുകയാണെങ്കിൽ, ഞങ്ങൾ ടിക്കറ്റ്സ് ഗുണ്ടായിസം കാണിക്കുന്നവർ കൊടുക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് ഇരിക്കാനേ പോകുന്നില്ല. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മനീഷ് തിവാരിയോടുള്ള നമ്മുടെ ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഒരു നേതാവ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ തീർച്ചയായും മനീഷ് തിവാരിയോട് ചോദിക്കണം. इतनी जल्दी क्या है गौरी साजन के घर जाने की? सखियों के साथ बैठ जरा कुछ बातें हैं समझाने को। വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനീഷ് തിവാരിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ മനീഷ് തിവാരിയുടെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹത്തിന്റെ സർക്കാർ വോട്ടിനു വേണ്ടി വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഫുഡ് സെക്യൂരിറ്റി ബിൽ വന്നിരിക്കുന്നത് ഒരു ഓർഡിനൻസിലാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ വളരെ വേഗം നടക്കുന്നത് പോലെ തോന്നുന്നു. തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് 2014 നടക്കത്തുള്ളൂ. താങ്കൾക്ക് വോട്ട് ചെയ്യുന്ന പാർട്ടികളും താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മുലായം സിംഗിനെ പോലുള്ള ആൾക്കാരും, അവർക്കും ഇതൊരു പ്രശ്നം തന്നെയാണ്. ഒരു നേതാവ് എന്നോട് പറഞ്ഞു, മനീഷിനോട് ഇത് തീർച്ചയായിട്ടും താങ്കൾ പറയണം. इतनी जल्दी क्या है गौरी साजन के घर जाने की? सखियों के साथ बैठ जरा कुछ बातें हैं समझाने को। നിങ്ങളോട് ആരാണോ ഇതൊക്കെ പറഞ്ഞ് തന്നത് അദ്ദേഹത്തെ ഞാൻ ഉറപ്പായിട്ടും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ പറയുകയാണെങ്കിൽ സത്യം ഇതാണ്, സമാജ്വാദി പാർട്ടിയുടെ കൂടെ ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അവർക്ക് കുറച്ച് ആശങ്കയുണ്ട്. ഇന്ത്യയിലെ കൃഷിയുടെ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് അതിനെന്ത് സംഭവിക്കുമെന്നോർത്ത് അവർക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ കൃഷി മന്ത്രാലയത്തിന്റെ മന്ത്രി പൊതുസ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നാലും വളരെ വ്യക്തമാകുന്ന രീതിയിൽ തന്നെ ഈ കാര്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ കഴിക്കാനുള്ള ധാന്യം ഒരുപാടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പിന്നെ ദൈവം സഹായിച്ച ഇതുവരെ അതിന് യാതൊരു കുഴപ്പമില്ല.
ഇനിയിപ്പോ എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും ഈ നാട്ടിൽ അത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിനുള്ള കഴിവ് ഉണ്ട്. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ഞങ്ങൾ ഏത് വിധേനയും പാലിച്ചിരിക്കും. അതിന്റെ കാര്യത്തിൽ രണ്ട് സംശയം വലിയ വേണ്ട. ആപത്തുകളാണുള്ളത്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഇതുപോലത്തെ നിയമങ്ങൾ എന്തുകൊണ്ട് പാടില്ല എന്ന് വെച്ചാൽ, പട്ടിണി കാരണം മരിക്കുന്നവരുടെ ശതമാനം വെറും 4ആണ്. പക്ഷേ 40% ജനങ്ങൾ പോഷകാഹാരക്കുറവ് കൊണ്ട് കഷ്ടപ്പെടുകയാണ്, ന്യൂട്രീഷൻ കുറവ് കൊണ്ട് മരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വില കുറഞ്ഞ അരി നൽകുന്നതിന് പകരം മാൽ ന്യൂട്രീഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഈ ആപ്പ് യാഥാർത്ഥ്യത്തിൽ വെച്ച് തന്നെ ഞാൻ വാക്ക് തരികയാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിറവേറ്റിയതിനു ശേഷം ഇനിയുള്ള ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ ഉപ്പുണ്ട്, എണ്ണയുണ്ട്, ആ കാര്യങ്ങൾ ഞങ്ങൾ ഇതിലോട്ട് ശുദ്ധജലം ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ മരിക്കുന്നു. എൻ്റെ അടുത്ത് ചില കണക്കുകളുണ്ട്. ഓരോ മൂന്നാമത്തെ ഗർഭിണി സ്ത്രീയും കൃത്യമായ ആഹാരം ഇല്ലാത്തതുകൊണ്ട്, രക്തമില്ലാത്തതുകൊണ്ട് ബാധിക്കുന്നു. ഒരുപക്ഷെ കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് യൂണിസെഫിന്റെ കണക്കാണ്. ഓരോ മണിക്കൂറിലും 180 കുട്ടികൾ മാൽ ന്യൂട്രീഷൻ കാരണം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതിനൊന്നും എവിടേക്കും ഓടിയൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ ഒന്നിനെയും തന്നെ വേർതിരിച്ച് കാണുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, മാൽ ന്യൂട്രീഷ്യൻസ് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ മാൽ ന്യൂട്രീഷ്യൻസിന്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിനുള്ള ധാന്യങ്ങളുണ്ട്, അവരുടെ ദിവസേന ഭക്ഷണത്തിന്റെ കാര്യങ്ങള് അത് കൊടുക്കണം. അതായത് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, അതിലും ജനങ്ങൾക്ക് സംശയമാണ്. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നൽകുന്ന സിസ്റ്റം ഇല്ലേ, അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇത് രാജീവ് ഗാന്ധിയും പറഞ്ഞിരുന്നു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പറയുന്നു. ജനങ്ങളുടെ അടുത്തേക്ക് ആ ധാന്യങ്ങളും അതുപോലെ പണവും പോയി ചേരുന്നില്ല. അതിൽ നിന്ന് 1/3 ആരോ അടിച്ചു മാറ്റുന്നുണ്ട്. അതായത് രജിത് സാർ, ഇതിപ്പോ ഏത് സംസ്ഥാനമായിരുന്നാലും അവിടെ പൊതുവിതരണം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഞാൻ പറയുന്നത്, പൊതുവിതരണ നിയമം വന്നതിന് ശേഷം ജനങ്ങൾക്ക് കോർട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. ആ നിയമത്തെ നടപ്പിലാക്കുക എന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ടത് എന്താണെന്ന് വച്ചാൽ, ജനങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നില്ല എന്ന് പറയണം. നിങ്ങളിപ്പോ ഈ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ, പ്രധാനമായും BJPയുടെ അവരുടെ സംശയം കൃത്യമാണോ? ഈ കോൺഗ്രസ് ഈ ഓർഡിനൻസ് ഇതിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്, വോട്ട് കിട്ടാൻ വേണ്ടി. ഫുഡ് സെക്യൂരിറ്റിയേക്കാൾ കൂടുതൽ ഇതിൽ വോട്ട് സെക്യൂരിറ്റിയാണ് ഉള്ളതെന്ന്. ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടി ശരിക്കും രാജ്യത്തിന്റെ കാര്യം പാർട്ടിയുടെ കാര്യത്തെക്കാളും വലുതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ നടക്കും. ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഓർഡറൊക്കെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ഇതിൽ പങ്കുചേരണം. അതൊന്നും ചെയ്യാതെ ഇതിനെപ്പറ്റി വിമർശനം ഉന്നയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോ അവർ വിമർശിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ആരാണ്, ഏത് രാഷ്ട്രീയ നേതാക്കളാണ്, ആരാണ് സഹായിക്കുന്നത്, ഇതെല്ലാം ജനങ്ങൾക്കറിയാലോ. പക്ഷേ താങ്കൾ എന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. ഫുഡ് സെക്യൂരിറ്റിയോടൊപ്പം തന്നെ താങ്കൾ വോട്ട് സെക്യൂരിറ്റിയും നൽകുന്നുണ്ടോ? ഇത് നോക്ക്, വോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രജിത് സാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ദൈവങ്ങളെന്ന് പറയാറുണ്ട്. ഇപ്പോ 2014 വരുമ്പോ ജനങ്ങളുടെ തീരുമാനം എന്തായിരുന്നാലും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. ഒരുപക്ഷെ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾ വീണ്ടും ഒരു അവസരം തരികയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ സേവിക്കും. വാക്ക് കൊടുത്തതല്ല, ഞങ്ങൾ പാലിക്കും. വേറൊരാൾക്കാണ് അവസരം കൊടുക്കുകയാണെങ്കിൽ അവരുടെ നല്ല തീരുമാനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും. ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമെന്നേ. ഞാൻ താങ്കളോട് ഈ ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉത്തരാഖണ്ഡിൽ നിന്നാണ് വരുന്നത്. എനിക്ക് താഴെ തട്ടിലുള്ളവരെ പറ്റി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മൺട്രേക്കയെ പറ്റി സംസാരിക്കണമെങ്കിൽ അവർക്ക് എത്ര തുക വന്നാലും അത് ഒരിക്കലും അക്കൗണ്ടിലേക്ക് വരാറില്ല. അതില് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ അതിൽ പാതി കൂടുതൽ ആൾക്കാർ മരിച്ച വിവരം ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് തന്നെ. പക്ഷെ അവരുടെയൊക്കെ പേരിൽ മൺട്രേക്ക സ്കീം നടക്കുന്നുണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് കാശും പോകുന്നുണ്ട്. അപ്പോൾ വരുന്ന കാശില് പാതി കാശും ഇതിന്റെ ഇടയ്ക്കുള്ളവരാണ് കൊണ്ടുപോകുന്നത്. സോ ഇതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതുപോലെ മൺട്രേക്ക സ്കീം ഏതുവരെ വിജയം കൈവരിച്ചിട്ടുണ്ട്? മൺട്രേക്ക ഹാസിന്റെ ഉപയോഗമുണ്ടല്ലോ, അതാ ഗ്രാമത്തിലെ പഞ്ചായത്ത് വഴിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ നിന്നിട്ടോ വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ, അവര് ജനങ്ങളുടെ കാശും അടിച്ചു മാറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കെതിരെ നടപടി എടുത്തിരിക്കും. ആക്ച്വലി ഇത് ഫുഡ് സെക്യൂരിറ്റിയെ കുറിച്ചാണ്. ഈ ആഹാര സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് കൃത്യമായി പോയി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം. ഇതേ നോക്ക്, നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും ശരി തന്നെയാണ് രജിത് സാർ. അവസാന നിമിഷം ഏതെങ്കിലും ഒരു സർക്കാരിന്റെ സ്കീം സർക്കാരിന്റെ പക്കൽ നിന്ന് ജനങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് നടക്കാമല്ലോ. പിന്നെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ,
ഞങ്ങൾക്കെതിരായിട്ടുള്ളത് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരായിട്ടുള്ളതും എല്ലാവർക്കും ഉള്ളതാണ് ഈ ലാസ്റ്റ് മൈലില്. ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റും? ഇതിലുള്ള പോംവഴി എന്താണ്? ഇന്ത്യയിലുള്ള പാവപ്പെട്ട ജനങ്ങളിൽ വളരെ ചുരുക്കം ചിലർക്ക് അതെ, മാത്രമേ ഇത് ഇതിനു വേണ്ടി തന്നെയാണ് ലഭിച്ചിട്ടുള്ളൂ. സർക്കാർ. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് അതിന് തന്നെയാണ് വേറൊരു സ്കീം. സർക്കാർ തുടക്കമിട്ട വേറൊരു സ്കീം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇതേ നോക്ക്, ധാന്യങ്ങൾ അല്ലല്ല, ഫിസിക്കലി നിങ്ങൾ ഞാൻ എന്താണ് ഡെലിവറി ചോദിച്ചതെന്ന് ചെയ്തേ വെച്ചാ- പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും അല്ല, ഫിസിക്കലി അതിന് തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. പക്ഷേ അതെ. കാശിന്റെ കാര്യം പറയുകയാണെങ്കിൽ, കാശ് DBT വഴി ജനങ്ങളിലേക്ക് അയക്കുന്ന സമയത്ത് അതിന്റെ ലക്ഷ്യം നോക്കുകയാണെങ്കിൽ ഒന്ന് മാത്രമാണ്. ഇപ്പോൾ ഡൽഹിയിലെ 1 രൂപ അയക്കുകയാണെങ്കിൽ ആ 1 രൂപ ജനങ്ങളുടെ പക്കലെത്തിയിരിക്കണം. പക്ഷേ ഞങ്ങൾ അതിന്റെ എന്താ ഇപ്പൊ പറഞ്ഞു ശതമാനക്കണക്ക് വരുന്നതെന്ന് എന്റെ വെച്ചാൽ പക്കലുണ്ട്. അരുണ റോയ്, അതായത് സോണിയാഗാന്ധിക്ക് വളരെ ക്ലോസ് ആയ വ്യക്തിയാണ്. NSC മെമ്പർ ആയിരുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവർ അജ്മീറിൽ അന്വേഷിച്ചിരുന്നു. 35,000 പേർക്ക് പണം അയച്ചിരിക്കുന്നു. പക്ഷെ 150 പേർക്കേ കിട്ടിയുള്ളൂ. ദേ നോക്ക്, ഞാനിതിന് വേറൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേറ്റിലെ, അതായത് 51 സംസ്ഥാനങ്ങൾ സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അടുത്തുള്ള സ്റ്റേറ്റില് 10 ഇതിനു മുന്നേയുള്ള ഘട്ടത്തിൽ അതിനെയും തിരഞ്ഞെടുത്തിരുന്നു. പിന്നെ അവിടെ അവർക്കുള്ള അനുഭവം വളരെ നന്നായിരുന്നു. സർക്കാർ അവർക്ക് ഏത് കാശാണോ അയച്ചു കൊടുത്തത് അത് ജനങ്ങളുടെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, കാശ് ജനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ഭാരത് മഹാനാകൂ. ഇതാണ് DBTയുടെ പിന്നിലുള്ള ലക്ഷ്യം. മനീഷ് സാർ, താങ്കൾ സർക്കാരിനും പാർട്ടിക്കും ഒരു ശബ്ദമാണ്. താങ്കൾ ആ ശബ്ദം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ താങ്കൾ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം തരികയും ചെയ്തു. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ഓം താൻവിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററായ മനീഷ് തിവാരിയോടാണ്. നമ്മൾ അദ്ദേഹത്തോട് കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചും ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചും പല കാര്യങ്ങളും ചോദിച്ചു. പിന്നെ അദ്ദേഹത്തോട് ഉത്തരാഖണ്ഡ് ട്രാജഡിയെക്കുറിച്ചും അതിന്റെ മിസ്യൂസിനെ കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ നമ്മൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ജൻസക്തയുടെ എഡിറ്റർ ഓം താൻവിയുടെ ജഡ്ജ്മെന്റ് നോക്കാം. എനിക്ക് ഈ ആപ്കി അദാലത്തിൽ വരാനുള്ള അവസരം ഒരുപാട് തവണ കിട്ടിയിരുന്നു. പക്ഷേ ഇന്നാണ് ഞാനൊരു കാര്യം ഇവിടെ വെച്ച് കേൾക്കുന്നത്. അതായത്, ജനങ്ങളുടെ വക്കീല് പറയുന്നത് എന്താണെന്ന് വെച്ചാ, കുറ്റവാളി തന്റെ മുന്നിൽ തന്നെയുണ്ട്, അദ്ദേഹത്തിന് നേരെ കുറ്റാരോപണങ്ങളൊന്നും ഉന്നയിക്കാനില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മനീഷ് തിവാരി സാറിനെ അഭിനന്ദിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം കറക്റ്റായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ്. കുറ്റമാരോപിക്കേണ്ടത് ഭരണകൂടത്തിന് നേരെയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ്. അദ്ദേഹം ചെയ്തതും അതുതന്നെയാണ്. പിന്നെ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ, അദ്ദേഹം വളരെ നന്നായിട്ട് ഉത്തരങ്ങൾ നൽകി. മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പഞ്ചാബിൽ നിന്നാണ് വരുന്നത്, മലയാളം അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും എന്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് തന്നെ മലയാളം സംസാരിച്ചു. പിന്നെ ഒരു കാര്യം, അത് നീതിപീഠത്തിന്റെ മുന്നിൽ ഒരു കുറവ് തന്നെയാണ്. ശ്രീ മനീഷ് തിവാരി സാർ ചിരിക്കുന്നത് വളരെ കുറവാണ്. അദ്ദേഹം ചിരിക്കുന്ന സമയത്ത് പോലും ഒരല്പം നാണിച്ചാണ് ചിരിക്കുന്നത്. നീതിപീഠത്തിന്റെ അഡ്വൈസ് ഇത് മാത്രമാണ്, അദ്ദേഹം നന്നായി ചിരിക്കണം. എതിർ പാർട്ടിക്കാരോടും ചിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പാർട്ടിക്കാരോടും ചിരിക്കണം. ഞങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്. ശ്രീ മനീഷ് തിവാരി ഈ വിചാരണയ്ക്ക് ശേഷം നന്നായിട്ട് ചിരിക്കും. പ്രതിപക്ഷത്തിനോട് മാത്രമല്ല, തന്റെ പാർട്ടിക്കാരെയും കണ്ട് ചിരിക്കും. ഇതുപോലത്തെ നല്ല നേതാക്കന്മാർ ഇനിയും ഇന്ത്യയിൽ വരണം, അത് ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.